ഓക്കെ, നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ഫ്ലോർ ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, അരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഓവൻ ഒന്ന് ഓൺ ആക്കി വെക്കണം. ഓവൻ ഒരു 10 മിനിറ്റ്സ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പൊ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് ഫ്ലോർ ഒക്കെ മിക്സ് ചെയ്ത് വരുമ്പോഴേക്ക് എന്ത് ചെയ്യും, അത് കറക്റ്റ് ആ 10 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. നമുക്ക് അത് അതിലേക്ക് എടുത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഓവൻ റെഡിയാക്കാം കേട്ടോ. ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളത് 150 ഡിഗ്രിയിലാണ് കേട്ടോ. അപ്പൊ ഈ ഓവൻ എന്താ വെച്ചെങ്കിൽ നല്ല ചൂടാണ്, നല്ല ഹീറ്റാണ്. അപ്പൊ ഓരോ ഓവന്റെ ഇതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യണം. അപ്പൊ എന്റെ അടുത്തുള്ള ചെറിയ ഓവനാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ വെച്ചാലാണ് കറക്റ്റ് ആ ഒരു നമുക്ക് ഹീറ്റ് വരുന്നത്. അപ്പൊ ഇതാന്ന് വെച്ചെങ്കിൽ 150 ഡിഗ്രി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഓരോ ഓവൻ അനുസരിച്ചിട്ടാണ് വരിക. അപ്പൊ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ഇനി ഇത് ബേക്കിങ്ങിൽ ഈ ഒരു ഓവനിൽ വരുന്നത് 2 കോയിലും, ഇതിന് താഴെ 2 കോയിലും താഴെ മേലെയും വരുന്നുണ്ട്. 2 കോയിലും ചൂടാവുന്ന രീതിയിലാണ് നമ്മൾ വെച്ചത്. കണ്ടത് മേലൊരു കോയിലുണ്ട്, താഴെ ഒരു കോയിലുണ്ട്. അപ്പോൾ ഈ ഒരു ഓവനിൽ ചെയ്യുന്ന സമയത്ത് 2 കോയിലും കൂടെ ഹീറ്റ് ആവുന്ന ആ ഒരു ഇതിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിതിൽ ഫാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലായിടത്തും ഒരുപോലെ ആ ഒരു ഹീറ്റ് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഓൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വരുന്നത് ടൈമറാണ്. ടൈമർ നമ്മൾ ഫസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യാനാണ് ഇപ്പോൾ വെക്കുന്നത്. നമ്മൾ ഓവനിൽ റെഡിയാക്കി വെക്കണം. നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് അതുപോലെ ഫ്ലോറൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് 10 മിനിറ്റ് ആവും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളിവിടെ കണക്കാക്കിയിട്ട് ഇവിടെ 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ 10 മിനിറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ 150 ഡിഗ്രി വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് കറക്റ്റ് എല്ലാം നോക്കി 10 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിവിടെ ഹീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്ലോർ മിക്സ് ചെയ്തിട്ട് വരാം.